ഒരു താഴെയുള്ള ആള് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ശീലങ്ങൾ നമ്മൾ കണ്ടുവരും. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു തീരെ ഒരു ഏത് ഒരു അതായത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത്തിരി പ്രായമായ ആളാണെങ്കിലും അവരത് ചെയ്യാറില്ല. കാരണം അവരുടെ സ്റ്റാമിന അത് ബാധിക്കുന്നുണ്ട്. അവർ റെഗുലർലി ചെയ്യുന്ന വർക്കിന്, അതായത് മരം കയറുന്ന പോലെയുള്ള വർക്കും കാടിനകത്ത് വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോഴെങ്കിലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഈ അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് അവർ ഡെയിലി ചെയ്തു വരുന്നത്. ഇപ്പൊ കൾട്ടിവേഷൻ ആണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. സോ അങ്ങനെയുള്ള പരിപാടി അവർ ചെയ്യുന്ന സമയത്ത് അവർ സ്മോക്ക് ചെയ്യാറില്ല. ഇതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു മീനവനായിട്ട് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മീൻപിടുത്തക്കാരായിട്ട്. അവരും സ്മോക്ക് ചെയ്യാറില്ല. കാരണം അവർക്ക് കൂടുതൽ സ്വിം ചെയ്യേണ്ട പ്രോസസ്സ് ആവശ്യം വരുന്ന കാരണം അവർക്ക് അതിന്റെ സ്റ്റാമിന ആവശ്യമുണ്ട്. സോ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ 2 വീഡിയോ എടുത്ത് കത്തിക്കും എന്നുള്ള ഒരു രീതിയല്ല. ഇവർക്ക് വേറെ രീതിയാണ്. ഇവർക്ക് മുറുക്കാനാണ് അവരുടെ ആ ഒരു പാക്കറ്റും അതിനകത്ത് വെച്ചേക്കുന്ന അടക്കിയും അത് പൊളിച്ച് കഴിക്കുക. അതൊരു ശാസ്ത്രീയത ഉണ്ട് മുറുക്കാൻ കഴിക്കാത്തതിൽ പോലും. അതെ അതെ അതെ. അവരുടെ ഒരു ഡെയിലി റൊട്ടീനും അവർ ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നോട്ടമൊന്നുമില്ല, ഓൾറെഡി അറിയാം. അതായത് അവരെയാണ് നോക്കുന്നത്, ഈ മുറുക്കാനിലേക്ക് നോട്ടമില്ല. പലപ്പോഴും ഇങ്ങനെ എടുത്ത് അങ്ങനെ നമ്മളിപ്പോ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ അടക്ക പൊട്ടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വെറ്റിലേക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ടാവും. അത് അവരുടെ ഡെയിലി റൊട്ടീനായി മാറിയിരിക്കുക.